നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എനിക്ക് പരിധികളും പരിമിതികളുമില്ല, ഞാൻ ക്ലീൻ ഷീറ്റുകളെ പ്രണയിക്കുന്നു. പറയുന്നത് എമിലിയാനോ മാർട്ടിനസാണ്. എമി മാർട്ടിനസിൻ്റെ കിടിലൻ സേവുകൾ, അവസാന ഘട്ടത്തിലൊക്കെ നടത്തിയ സേവനെ എന്തു പറഞ്ഞാൽ വിശേഷിപ്പിക്കേണ്ടത്? അദ്ദേഹത്തിൻ്റെ സേവുകളുടെ ബലത്തിലാണ് ആസ്റ്റൺ വില്ല യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ വൺ ഓഫ് ദി ഫേവറേറ്റ്സ് എന്ന് വിളിക്കാവുന്ന ബയേൺ മ്യൂണിക്കിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ വിജയം. ആ വിജയം നേടിയ ശേഷം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, എനിക്ക് സീലിങ്ങുകളില്ല. വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ രണ്ടാൽ കൊലോ മുവാനിക്കെതിരെ നടത്തിയ സേവില്ലേ, ആ സേവ് പലരും ഐക്കോണിക്കായിട്ട് കാണിക്കുന്നുണ്ട്. അതെൻ്റെ ലൈഫിൽ, എൻ്റെ കരിയറിൽ മാർക്ക് ചെയ്യപ്പെട്ടൊരു നിമിഷമാണ്. പക്ഷേ അതുകൊണ്ട് സംതൃപ്തനാവാൻ ഞാൻ തയ്യാറല്ല. എപ്പോഴും ഇമ്പ്രൂവ് ആവാൻ വേണ്ടി ശ്രമിക്കുന്നയാളാണ് ഞാൻ. എമി മാർട്ടിനസ് കളിക്ക് ശേഷം പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ESPNുമായിട്ടുള്ള ഇൻ്റർവ്യൂവിലും അദ്ദേഹം ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ബയേണിനെതിരെയുള്ള മത്സരം അതൊരു ഗ്രേറ്റ് ഗെയിമായിരുന്നു. എന്തു വന്നാലും വേണ്ടില്ല, വിജയിക്കണം എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. അന്ന് രണ്ടാൽ കൊലോ മുവാനിക്കെതിരെ 2022 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ നടത്തിയ സേവിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, ആളുകൾ എന്നെ അതിങ്ങനെ വീണ്ടും ഓർമ്മപ്പെടുത്താറുണ്ട്. ഞാൻ എന്തായാലും കൂടുതൽ സ്വപ്നങ്ങൾ കാണാറുമുണ്ട്. ആ സേവ് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു സേവാണ്. പക്ഷേ ഒരു ഗോൾ കീപ്പർ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും കൂടുതൽ ഇമ്പ്രൂവ് ആവാൻ വേണ്ടി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നയാളാണ് ഞാനത് കളിക്കളത്തിൽ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം റിസൾട്ടുകൾ ഉണ്ടാവുന്നത്. ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കണ്ടിന്യൂ ചെയ്യുക, വളരുക എന്നുള്ളതിൽ ഞാൻ വളരെയധികം ക്രേസിയാണ്. ആസ്റ്റൺ വില്ലയിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തണം, ചാമ്പ്യൻസ് ലീഗ് കളിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാക്കി വെച്ചിരുന്നു. അതിപ്പോൾ ഇത് സാധിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ദേശീയ ടീമിൻ്റെ കാര്യത്തിലും ഞാൻ അങ്ങനെ തന്നെയാണ്. എനിക്ക് പരിധികളും പരിമിതികളുമില്ല. അങ്ങനെ ഒരു പരിധികളും ആരും നിശ്ചയിക്കേണ്ടതുമില്ല. പിന്നെ അദ്ദേഹം ബയേണിനെ തോൽപ്പിച്ചതിനെക്കുറിച്ച് പറയുന്ന വാക്കുകളിലേക്ക് പോകാം. ഈ മത്സരം ഞങ്ങൾ വിജയിച്ചല്ലോ. വിജയിച്ചത് ആർക്കെതിരെയാണ്? വൺ ഓഫ് ദി ഫേവറേറ്റ്സ്. ബയേണിനെ പോലെയുള്ള വൺ ഓഫ് ദി ഫേവറേറ്റ്സിനെതിരെ ഞങ്ങൾ വിജയിച്ചപ്പോൾ കൃത്യമായിട്ട് ഞങ്ങൾ കാണിച്ചു തന്നു, അവരോടൊപ്പം തന്നെ കളിക്കാൻ, തുല്യതയോടുകൂടി കളിക്കാൻ, ഈക്വലായിട്ട് മുട്ടാൻ ഞങ്ങളെക്കൊണ്ട് കഴിയുമെന്ന് ഞങ്ങളിത് വ്യക്തമാക്കി തന്നിരിക്കുകയാണ്. അതും ഞങ്ങളുടെ ഹോമിലാകുമ്പോൾ കൂടുതൽ ഞങ്ങൾ കരുത്തരാവുകയും ചെയ്യും. ഇതൊരു വലിയ ബൂസ്റ്റ് ഓഫ് കോൺഫിഡൻസ് ആണ് ടീമിന് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇനിയും മുന്നോട്ടേക്ക് ഞങ്ങൾക്ക് പോവേണ്ടതുണ്ട് എന്നാണ് എമി മാർട്ടിനസ് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.